കോൺഗ്രസിൽ വി.ഡി. സതീശൻ, കെ. സുധാകരൻ തർക്കം രൂക്ഷമായി തുടരുന്നു. സമരാഗ്നിയുടെ ഭാഗമായി പത്തനംതിട്ടയിൽ നടത്താനിരുന്ന ഇരുവരുടെയും സംയുക്ത വാർത്താ സമ്മേളനം അവസാന നിമിഷം ഒഴിവാക്കി. സതീശൻ വൈകി എത്തിയതിനാലാണ് വാർത്താ സമ്മേളനം ഒഴിവാക്കിയതെന്ന് ഡി.സി.സി നേതൃത്വം പ്രതികരിച്ചു. സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് സമരാഗ്നി കോൺഗ്രസ് ആരംഭിച്ചത്. എന്നാൽ സമരാഗ്നിയെ തുടർന്ന് കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. കെ. സുധാകരന്റെ അസഭ്യവർഷത്തിൽ വി.ഡി. സതീശന്റെ അതൃപ്തി തുടരുകയാണ്. രാവിലെ 10 മണിക്ക് സംയുക്ത വാർത്താ സമ്മേളനം എന്നായിരുന്നു ഡി.സി.സിയുടെ അറിയിപ്പ്. ഇതിനായി പ്രത്യേക വേദിയും ഡി.സി.സി നേതൃത്വം തയ്യാറാക്കിയിരുന്നു. പത്തനംതിട്ടയിലെ വാർത്താ സമ്മേളനം ഒഴിവാക്കിയത് മാധ്യമ വാർത്തയായതോടെ ഡി.സി.സി നേതൃത്വം വിശദീകരണവുമായി എത്തി. സതീശൻ വൈകിയെത്തിയതാണ് വാർത്താ സമ്മേളനം ഒഴിവാക്കാൻ കാരണമെന്നായിരുന്നു ഡി.സി.സി അധ്യക്ഷന്റെ വിശദീകരണം. ഒരാശയക്കുഴപ്പമില്ല, രണ്ടുപേരും ഒരു മെയ്യാണ്. അത് ആഫ്റ്റർ ഈ ജനകീയ ചർച്ചാ സദസ്സിനാണ് പ്രാധാന്യം. അത് കഴിഞ്ഞതിന് ശേഷം സമയമുണ്ടെങ്കിൽ സംസാരിക്കുമെന്നാണ് അറിയുന്നത്. പ്രധാനപ്പെട്ടത് ഇതിന് ശേഷം പറയാം, ആലോചിച്ചതിന് ശേഷം പറയാം. ഡി.സി.സി പ്രസിഡന്റ് അറിയിച്ച വാർത്താ സമ്മേളനം അറിയിച്ചില്ല എന്നായിരുന്നു വി.ഡി. സതീശന്റെ പ്രതികരണം. കാസർഗോഡ് മുതൽ ആലപ്പുഴ വരെ ഇരു നേതാക്കളും സംയുക്തമായാണ് മാധ്യമങ്ങളെ കണ്ടിരുന്നത്. സുധാകരന്റെ അസഭ്യ പദപ്രയോഗത്തോടെയാണ് നേതാക്കളുടെ സംയുക്ത വാർത്താ സമ്മേളനങ്ങൾ ഒഴിവാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ നേതാക്കൾ തമ്മിലുള്ള പോര് ദേശീയ നേതൃത്വത്തെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.